നാട്ടിലേക്ക് പണം അയക്കുന്നതിൽ നിയന്ത്രണം കടുത്തതോടെ മാലിദ്വീപിലെ ഇന്ത്യൻ പ്രവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പണം അയക്കാനുള്ള പരിധി $500 നിന്ന് $150 ആക്കി കുറച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റെമിറ്റൻസ് നയം കടുപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വിദേശ നാണ്യത്തിന്റെ വരവിലെ കുറവാണ് റെമിറ്റൻസ് പരിധി കുറയ്ക്കാൻ കാരണമെന്ന് SBIയുടെ വിശദീകരണം. മാലദ്വീപിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് വലിയൊരു ഇരട്ടടിയാണ് SBI മാലദ്വീപ് ബ്രാഞ്ച് റെമിറ്റൻസ് തുക കടുപ്പിച്ചത്. പുതുക്കിയ നിയമപ്രകാരം ഇന്ത്യയിലേക്ക് അയക്കാൻ പറ്റുന്ന പരമാവധി തുക 150ലേക്കാക്കി ചുരുക്കിയിരിക്കുകയാണ് ഈ SBI ബ്രാഞ്ച്. മുൻകാലങ്ങളിൽ അത് $500 ആയിരുന്നു. പിന്നീട് അത് $400 ആക്കി ചുരുക്കി. ഇപ്പോൾ ഇതാ $150 മാറ്റിയിരിക്കുകയാണ്. ഇത് പ്രവാസികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ മാലദ്വീപിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ട സാഹചര്യത്തിലാണ് ഓരോ പ്രവാസികളും. ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ ഈ പ്രവാസി സംഘടനകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യൻ ഹൈ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടു. അതുപോലെ വിദേശകാര്യ മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം, അതുപോലെ നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കും പൊതുപ്രവർത്തകർക്കും നമ്മൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അർജുൻ കല്യാൺ നൽകും വിശദാംശങ്ങൾ. അർജുൻ, നേരത്തെയൊക്കെ ഈ പരിധിയില്ലാതെ പണം അയക്കാം എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് ഈ $500 എത്തുന്നത്. ഇതിപ്പോൾ വീണ്ടും $150 ആക്കി കുറച്ചിരിക്കുന്നു. വളരെയധികം പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ എന്ത് നീക്കമാണ് നടത്തുന്നത്? പല പരാതികൾ പലയിടത്തും നൽകിയെന്ന് അറിയിച്ചു കഴിഞ്ഞു. എന്താണ് ഇനിയുള്ള തുടർ നീക്കങ്ങൾ? ശ്രുതി, അതായത് കോവിഡ് പാൻഡമിക്കിന് ശേഷമാണ് മാലിദ്വീപിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ പറയുന്ന വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ മാലിദ്വീപിലേക്ക് എത്താത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിസന്ധി മാലിദ്വീപിലാകെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ SBI അവരുടെ നയം, ഈ റെമിറ്റൻസ് നയം പിന്നീട് പല രീതിയിൽ കടുപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യം അത് $1700 വരെയൊക്കെ നാട്ടിലേക്ക് പണം അയക്കാനുള്ള ആ സമയത്തൊക്കെ മലയാളികൾക്ക് അത് മതിയായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് ഓരോ ഘട്ടം കഴിയുമ്പോൾ ഏറ്റവും അവസാനം 2024 തുടക്കത്തിൽ അത് $500 ആക്കി ചുരുക്കുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ അത് $400 ആക്കി, ഇപ്പോൾ അത് $150 ആക്കി ചുരുക്കുന്ന അവസ്ഥയാണ്. അതായത് നാട്ടിലെ ഏകദേശം 12,000-13,000 രൂപയ്ക്ക് അടുത്ത് വരുന്ന തുകയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രവാസികൾക്ക് അവരുടെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയ പ്രതിസന്ധി. കാരണം അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ, ഡോക്ടർമാർ, നേഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് അവർ അവിടെ നിന്നും ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ ഏകദേശം ഒരു 10% മാത്രമേ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. അതായത് ഒരു 13,000 രൂപയുടെ നിയന്ത്രണം, അല്ലെങ്കിൽ 13,000 രൂപ മാത്രമേ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ എന്നുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ അവിടെയുള്ള പ്രവാസികൾ അഭിമുഖീകരിക്കുന്നത്. അവിടെയുള്ള നാട്ടിലുള്ള അവരുടെ കുട്ടികളുടെ പഠനം, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ചികിത്സ, കുടുംബപരമായിട്ടുള്ള മറ്റ് ചിലവുകൾ, ഇതെല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അവിടെ നിന്നും ജോലി മതിയാക്കി തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രവാസികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു കാര്യമായ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് അവിടെയുള്ള പ്രവാസികൾ ആവശ്യപ്പെടുന്നത്. അവർ പറയുന്നത് എല്ലാവർക്കും, അതായത് രാജ്യസഭയിലെ, ലോകസഭയിലെ MP-മാർ, അതുപോലെ തന്നെ MLA-മാർ, മന്ത്രിമാർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേർക്ക് അവർ നിവേദനം അയച്ചു. വ്യക്തമാണ്. എന്തായാലും മാലിദ്വീപിലെ ഇന്ത്യൻ പ്രവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അർജുൻ കല്യാൺ നൽകിയത്.